ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനു മുന്നേ ഞാൻ അരിപ്പൊടി കൊണ്ടും അതുപോലെ തന്നെ ഈസ്റ്റും സോഡയൊന്നും ഇല്ലാതെ ഉള്ള വെള്ളപ്പവും ഈസ്റ്റ് ചേർത്ത വെള്ളപ്പവും എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതെല്ലാം കണ്ടു നോക്കൂ. 3 തരത്തിലുള്ള വെള്ളപ്പം ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈസ്റ്റ് വേണ്ട, അതുപോലെ തന്നെ നമ്മൾ സോഡയൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ നാളികേരത്തിൻ്റെ വെള്ളം നമ്മൾ പുളിപ്പിക്കാനൊന്നും വെക്കുന്നില്ല. അപ്പോൾ ഇതൊന്നുമില്ലാതെ നമ്മൾ എങ്ങനെയാണ് ഈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം, നല്ല നാടൻ വെള്ളപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതാ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ചോറിനൊക്കെ ഉപയോഗിക്കുന്ന പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 250 ml മെഷറിംഗ് കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. 2 കപ്പ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ് ചേർത്തിരിക്കുന്നത്. ഉലുവ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി വെള്ളം കൂടിയും ചേർത്തിട്ട് നിങ്ങൾക്കിത് കഴുകിയതിൻ്റെ ശേഷം കുതിർത്താൻ വയ്ക്കാം, അല്ലാതെ കുതിർത്താൻ വയ്ക്കാം കേട്ടോ. ഇതൊരു 4-5 മണിക്കൂർ വരെ നമുക്കിത് കുതിർത്താൻ വയ്ക്കാം. ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്. ഇനി ഇത് അരയ്ക്കാം. ഞാനിപ്പോൾ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം ഇതിൽ കൊള്ളും. അല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന ചെറിയ ജാറാച്ചാൽ അതിനനുസരിച്ച് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നാളികേരമാണ് ചേർത്തിരിക്കുന്നത്. നാളികേരത്തിൻ്റെ നിങ്ങൾക്ക് ആ നല്ല വെളുത്ത കളർ അപ്പത്തിന് വേണമെങ്കിൽ നാളികേരത്തിൻ്റെ ആ ബ്രൗൺ പോർഷൻ ഉണ്ടല്ലോ പുറമേ ഉള്ളത്, അതൊന്ന് ചെത്തിക്കളഞ്ഞാൽ മതി. പിന്നെ നാളികേരം ഒരു മുറി മുഴുവൻ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു നല്ല ഫുള്ളായിട്ട് 1 കപ്പ് നാളികേരം വേണം. അപ്പോൾ അതായത് ഒരു നാളികേരത്തിൻ്റെ പകുതി ഭാഗം എടുക്കാം. അതായത് നാളികേരം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കൂടിയാൽ അത്രയും കൂടുതൽ ടേസ്റ്റുമാണ്, പിന്നെ നമ്മുടെ ആരോഗ്യത്തിനും കൂടുതൽ നല്ലതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് 1/2 കപ്പ് നാളികേരത്തിൻ്റെ വെള്ളമാണ്. അപ്പോൾ ഞാൻ എടുത്ത ഈ നാളികേരത്തിൻ്റെ വെള്ളം തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളികേരത്തിൻ്റെ വെള്ളം പുളിപ്പിക്കുന്നില്ല എന്ന്. അപ്പോൾ നമ്മളിത് പുളിപ്പിക്കുന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഫ്രഷായിട്ട് ഉടച്ച നാളികേരത്തിൻ്റെ വെള്ളമാണ് ഇതെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പുളിപ്പിക്കാൻ വെക്കേണ്ട, പഞ്ചസാര ഇതിൽ ചേർത്തിട്ട് വെക്കൊന്നും വേണ്ട. ഇത് നമ്മൾ നാളികേരം പൊളിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഡയറക്റ്റായിട്ട് ഈ അരിയിലേക്ക് കണ്ട് ഒഴിച്ചാൽ മാത്രം മതി. അപ്പോൾ അതാ നാളികേരത്തിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു. എന്നിട്ട് അരച്ചതിൻ്റെ ശേഷം ബാക്കി വെള്ളം കുറവുണ്ടെങ്കിൽ നമുക്ക് നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ സാധാരണ വെള്ളം കൂടി കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അരയ്ക്കുക. അരയ്ക്കുമ്പോൾ ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നന്നായി അരിഞ്ഞ് കിട്ടില്ല, അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ജീരകം, ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകം ചേർക്കുമ്പോൾ നമുക്കതിൻ്റെ വേറെ ഒരു ടേസ്റ്റൊന്നും അറിയില്ല, പക്ഷേ ഈ അപ്പത്തിൻ്റെ ഫ്ലേവർ കൂട്ടും. അപ്പം നിങ്ങൾക്ക് ചെറിയ ജീരകം ഇഷ്ടമല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തോളൂ, ഒരു നിർബന്ധമില്ല ഇത് ചേർക്കണമെന്ന്. പക്ഷെ ഞാൻ ചേർക്കാറുണ്ട് വല്ലപ്പോഴൊക്കെ, ചിലപ്പോൾ ഇത് ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്, അല്ലാതെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറാണ് എടുക്കുന്നത്. അപ്പോൾ ചോറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏത് കപ്പിനാണോ അരി എടുത്ത് വെച്ചാൽ ആ ഒരു കപ്പിൽ തന്നെയാണ് ചോറ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ബാറ്റർ ഉണ്ടാക്കാൻ ഉപയോഗിച്ച അരിയുടെ അതേ സെയിം അതിൻ്റെ തന്നെ ചോറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുത്തരിച്ചോറോ പച്ചരിച്ചോറോ ഏത് വേണമെങ്കിൽ ഇതിന് യൂസ് ചെയ്യാം, ഏത് ചോറായാലും കുഴപ്പമില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചോറ് കൂടി പോകുമ്പോൾ പലപ്പോഴും ബാറ്റർ ഇങ്ങനെ കുറച്ച് കട്ടിക്ക് ഇരിക്കും. ഇങ്ങനെ ബാറ്ററിൻ്റെ ആ കൺസിസ്റ്റൻസിക്ക് പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കൊഴുന്നനെ ഇങ്ങനെ ഇരിക്കുന്നത് കാണും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതങ്ങോട്ട് ശരിയാവും. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച ഈ കറക്റ്റിന് അങ്ങനെ വരില്ല, അത് കറക്റ്റായിട്ടുള്ള അളവാണ്. ഇനി എങ്ങാനും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചോറ് ഉപയോഗിക്കുമ്പോൾ എങ്ങാനും കുറച്ച് അധികം ഒക്കെ ആയിച്ചാൽ അങ്ങനെ വരുന്നതിൻ്റെ കാരണം ചോറ് കൂടുതലാവുന്നത് കൊണ്ടാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമല്ല. അപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് ആ ജാറ് കഴുകിയ വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ട് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. നിങ്ങൾക്ക് അങ്ങനെ അധികം പുളി വേണ്ടെങ്കിൽ കൈകൊണ്ട് മിക്സ് ചെയ്യാതെ പിന്നെ കയ്യിൽ കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. കൈകൊണ്ടാവുമ്പോൾ പെട്ടെന്ന് അത് പുളിച്ചു വരും. ഇപ്പോൾ ഞാൻ പാത്രം ഒന്ന് മാറ്റേണ്ടി വന്നു എനിക്ക്. അപ്പോൾ പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ഇതൊരു 10 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പൊന്തി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല പത പോലെ ഇങ്ങനെ മീതെ വന്നിട്ടുണ്ട്. ഇനി ബാറ്റർ ഒന്ന് ലൂസാക്കണം. ഇതിപ്പോൾ നല്ല കട്ടിക്കായിരിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കണം.
ഇനി ഞാനതിൻ്റെ കൂടെ ഒരു ടിപ്പും കൂടിയും പറയാം. നിങ്ങൾ ഈ അരി അരയ്ക്കുമ്പോൾ, അരി കുതിർത്താൻ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ 2 കപ്പ് അരിക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് അതിൻ്റെ കൂടെ കുതിർത്തി വെക്കുക. എന്നിട്ട് അരച്ച് നോക്കൂ. അപ്പോൾ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്താൽ അതിനേക്കാൾ നന്നായിട്ട് ഇങ്ങനെ നല്ല പൊന്തി വന്നിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ സോഫ്റ്റാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടിയും ചേർത്തിട്ടും നിങ്ങൾക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി കൺസിസ്റ്റൻസി ശരിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം, അതുപോലെ തന്നെ ഉപ്പ് എല്ലാം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ. പൊതുവെ നിങ്ങൾക്ക് മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അധികം പഞ്ചസാര ചേർക്കണ്ട. നമുക്കൊക്കെ ചെറിയൊരു മധുരമുള്ള വെള്ളപ്പാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഒരു 2 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചില സ്ഥലങ്ങളിലൊക്കെ പഞ്ചസാര ചേർത്തിട്ടാണ് ഉണ്ടാക്കുക, ചില ഭാഗങ്ങളിലൊക്കെ ഒട്ടും പഞ്ചസാര ചേർക്കാതെ പുളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ചേർത്താൽ മതി. പിന്നെ മാവ് സോഫ്റ്റ് ആവാൻ കുറച്ച് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ബാറ്ററിൽ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. ഇനി ഇതാ നമുക്ക് കോരി ഒഴിക്കാം ഇതിലേക്ക്. ഞാനിപ്പോൾ ഒരു കയ്യിൽ മാവ് ഒഴിച്ചിട്ടാണ് അത് ചുറ്റിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2 കയ്യിൽ മാവ് ഒഴിച്ചിട്ടും ഉണ്ടാക്കാം, പക്ഷെ അത് വല്ലാതെ അങ്ങനെ കട്ടിയായിട്ട് വരും. ഹോൾസ് വന്നതിന് ശേഷം മാത്രമാണ് അടച്ചു വയ്ക്കാവൂ കേട്ടോ. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഹോൾസ് വരില്ല, ലോ ഫ്ലെയിമിൽ വെച്ചാലും വരില്ല. അത് കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള അപ്പം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നാളികേര വെള്ളം പുളിപ്പിക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടും. അതുപോലെ തന്നെ ഈസ്റ്റോ അല്ലെങ്കിൽ സോഡയോ ഒന്നും ചേർക്കണ്ട, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ നാളികേരമൊക്കെ കൂടുതൽ ചേർത്താൽ അപ്പത്തിന് നല്ല ടേസ്റ്റാണ്. പിന്നെ കറിയുടെ ഒന്നും ആവശ്യമില്ല, അത്രയും നല്ല ടേസ്റ്റുള്ള അപ്പം കിട്ടും. പിന്നെ നമ്മൾ വൈറ്റ് റൈസ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നാളികേരമൊക്കെ കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്, ഹെൽത്തിന് കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നല്ല ചൂടുള്ള അപ്പം നല്ല ഇഷ്ടമോ അല്ലെങ്കിൽ മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാത്തവർ കണ്ടു നോക്കൂ. അതിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക് യു.